എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ രംഗം മത്സരാത്മകമാകുന്ന കാലഘട്ടത്തിൽ മൂല്യവർത്തായ വിദ്യാഭ്യാസം നൽകാൻ കേരളത്തിന് കഴിയുന്നുണ്ടെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA അഭിപ്രായപ്പെട്ടു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം സംഘടിപ്പിച്ച മികവ് 2024 എന്ന വിദ്യാഭ്യാസ ആദരവ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സേവ്യർ ചിറ്റിലപ്പള്ളി. ഇന്നേ ദിവസം നമ്മുടെ താരങ്ങളായി എത്തിയിട്ടുള്ളത് ദേശത്തെ SSLC +2 വളരെ ഉന്നത വിജയം നേടിയ കുട്ടികളാണ്. അപ്പോൾ അവർ താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ അഭിനന്ദിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം ഞങ്ങളെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി എല്ലാ കുട്ടികൾക്കും ജീവിതത്തിൽ ഇപ്പോൾ സ്വാഭാവികമായും നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രയത്നം അല്ലെങ്കിൽ എൻ്റെ മുൻകൈ, ഒപ്പം തന്നെ മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, സപ്പോർട്ട്, ഇതെല്ലാം പറയുമ്പോൾ വളരെ കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു പിന്തുണ നമുക്ക് ഈ വിജയത്തിന് സഹായകരമായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അതിന് നിരവധി ഉദാഹരണങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവാൻ, കുറേ കൂടി ആഴത്തിൽ നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും. പക്ഷേ പെട്ടെന്ന് മനസ്സിലാവാൻ നല്ലത് ഇപ്പോൾ ഇവിടെ SSLC-ക്കാരാണെങ്കിൽ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും കൊറോണയ്ക്കിടയിലായിരുന്നു അല്ലേ. അതുപോലെ തന്നെ 9ഉം 10ഉം കൊറോണയ്ക്കിടയിലുണ്ടായിരുന്നവർ +2 ഇപ്പോൾ പാസ്സായവരുണ്ട്. ഈ കൊറോണ കാലഘട്ടം ഒരു പക്ഷേ കേരളത്തിൽ നടന്നതുപോലെ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് എയ്ഡഡ് രംഗത്തും അതുപോലെ തന്നെ സർക്കാർ രംഗത്തുള്ള കുട്ടികൾ പൂർണ്ണമായും പഠിച്ച് പരീക്ഷ എഴുതിയുണ്ടായി. മറ്റു കുട്ടികൾ പഠിച്ചില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ നമുക്കറിയാം ഗ്രേഡിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചത്. അത് മോശമായിട്ടല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ടെക്നോളജിയെ, പുതിയ സംവിധാനത്തെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഗവൺമെൻറ് എയ്ഡഡ് രംഗത്ത് 10% വിദ്യാലയങ്ങൾക്ക് പോലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല രാജ്യത്ത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിൽ 100% വിദ്യാലയങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. വരും വർഷങ്ങളിലും ഉത്രാളിക്കാവ് പൂരം കൂടുതൽ ഭംഗിയായി നടത്താൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിൽ നിന്നും ഉത്രാളിക്കാവ് പൂരത്തിന് ആവശ്യമായ സഹായങ്ങൾ കൂടുതലായി ലഭ്യമാക്കാൻ പരിശ്രമിക്കുമെന്നും MLA പറഞ്ഞു. ദേശകമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, വർക്കിംഗ് പ്രസിഡന്റ് K സതീഷ് കുമാർ, അണ്ടേങ്ങാട്ട് വേണുഗോപാൽ, PN ജയൻ, E നന്ദകുമാർ, കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ, E രാമൻകുട്ടി, MS നാരായണൻ, PA നാരായണസ്വാമി, അഡ്വക്കേറ്റ് TS മായാദാസ് എന്നിവർ പ്രസംഗിച്ചു. ദേശകമ്മിറ്റി ഭാരവാഹികൾ MLAയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വടക്കാഞ്ചേരി ദേശത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.